ഹലോ നമസ്കാരം. കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളൊക്കെ വീട്ടിൽ പൊട്ടീനാട്ടൽ എന്ന് പറഞ്ഞൊരു കർമ്മം ചടങ്ങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അതിന് ശേഷം ശിവോതി പലകയിൽ ശിവോതി, തുളസി, കറുക എല്ലാ ചെടികളും ചേർത്ത് ശിവോതി വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് നമ്മുടെക്ക് വരുന്ന നമുക്ക് വരുന്ന അസുഖങ്ങൾ, പൊട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ശിവോതി എന്ന നല്ല കർമ്മത്തെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ നമ്മളെ വീട്ടിൽ മൊത്തമായിട്ട് ഈ മുറത്തിലാണ് ചെയ്യാറ്. ഇപ്പോൾ അവിടെ മുറയില്ലാത്തതുകൊണ്ട് ഒരു ബോക്സ് പോലെ വെച്ചിട്ട് അതിലാണ്. അതിൻ്റേതായ രീതികൾ എന്തൊക്കെയുണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഓല കൊണ്ട് ചൂട്ട് കത്തിച്ച് ഇലയിൽ 3 തിരിയിട്ട് കറുത്ത കളറിൽ കുഴച്ച്, ഈ റൈസ് കുഴച്ചത്, മഞ്ഞ കളറ്, അങ്ങനെ വെള്ള കളർ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാറ്. എന്നിട്ട് അകത്ത് റൂമുകളിലെല്ലാം ഇത് കൊണ്ട് നടന്നിട്ട് ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാം ഒഴിഞ്ഞ് പുറമെ കൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇത് ഭാര്യയുടെ അച്ഛനും അമ്മയാണ് അവിടെയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ വീടിൻ്റെ ചുറ്റോടും കൊണ്ടായിട്ട് നമ്മൾ പുറമെ വഴിയിലേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുക. സകല ദോഷങ്ങളും നമ്മൾ കയറി വരുന്ന വഴിയിൽ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം രാവിലെ ആണ് ശിവോതി വയ്ക്കുക. ചെറുള, മുയൽ ചെവിയൻ, പൂവങ്കുറുന്നില, കിഴാർനെല്ലി, തുളസി, കറുക ഇവയൊക്കെ ചേർത്തിട്ടാണ് ശിവോതി പലകയിലും നമ്മൾ കിണ്ടി എന്ന് പറയും, അതിൽ അലങ്കരിച്ച് വയ്ക്കുക. എന്നിട്ട് നല്ല ദേവതമാരെ നമ്മളെ വീട്ടിലേക്ക് ആകർഷിക്കുക എന്നൊരു കർമ്മമാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ഒരു മാസത്തോളം വയ്ക്കും. ഇത് നമ്മുടെ ചിങ്ങമാസം വരുന്നതിന് മുന്നോടിയായിട്ട് ദുർദേവതമാരും ദുഷ്കർമ്മങ്ങളും അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ശിവോതിയൊക്കെ വെച്ച് നല്ല രീതിയിൽ വീട്ടിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതലേ ചെയ്തു വരുന്നതാണ്. ഇതിൻ്റെ